ത്രീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ തന്നെ ഒരാൾക്ക് ഫുഡ് കൊടുത്തിട്ടേ ഫോൺ കൊടുക്കാത്തതിൻ്റെ കലിപ്പിലാണ് കേട്ടോ. ദോശ അങ്ങനെ ഇന്ന് ഫോണൊന്നും കൊടുക്കാതെ ഞാൻ കഴിപ്പിച്ചു കേട്ടോ. കാരണം എപ്പോഴും അതങ്ങ് കൊടുത്തിട്ട് ശീലാക്കണം, ശരിയല്ലല്ലോ. കുറച്ച് കരഞ്ഞാലും വേണ്ടിയില്ല വെച്ചിട്ടേ ഞാൻ ഫോൺ കൊടുത്തില്ല കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ നമ്മളെ ദോശയും ചട്നി ആയിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചട്നി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും എനിക്ക് അടക്കം ദോശയും സാമ്പാറൊക്കെ കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ദോശ നല്ല തേങ്ങാ ചട്നിയും കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ. അതായത് പച്ചമുളക് ഇട്ടിട്ടാണ് അരച്ചത്, മുളക് പൊടിയിട്ട് ഇടയ്ക്കരയ്ക്കും. അല്ലാണ്ട് തക്കാളി ചട്നി അങ്ങനത്തേനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ ചട്നീനോടാണ് എനിക്ക് താല്പര്യം കേട്ടോ. എൻ്റെ താല്പര്യം ഇവിടെ എല്ലാവർക്കും ഇഷ്ടവുമാണ് കേട്ടോ. പിന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ അലക്കൽ പിടിക്കൽ അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്യാമാട്ടൻ രാവിലെ ടൗണിൽ പോയിരുന്നു. അന്നേരം കുറച്ച് ചിക്കനും കൊണ്ടാണ് കേട്ടോ വന്നത്. പിന്നെ അതൊക്കെ ഒന്ന് നന്നാക്കി അത് കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അന്നേരത്തേക്കും ഏകദേശം ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ അവിടെ നല്ല ചൂടായി തുടങ്ങിയിട്ട് ഇവിടെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെയിൽ ചൂടാവും. നമ്മൾ ഈ ഭാഗത്ത് പെട്ടെന്ന് ടാർപ്പായിൻ്റെ ഇതല്ലേ, അന്നേരം പെട്ടെന്ന് ചൂടടിക്കും കേട്ടോ. അടുപ്പിൻ്റെ ചൂടും ഷീറ്റിൻ്റെ ചൂടും കൂടി ആകുമ്പോൾ നല്ല ചൂടും പുകയാണ് കേട്ടോ. പിന്നെ അതാ ചിക്കൻ കറിക്കുള്ളതെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളർ ഷെയ്ഡ് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, ഷീറ്റിൻ്റെ കളറിൻ്റെ ആണ് കേട്ടോ ഈ ഒരു കളറിൽ കാണുന്നത്. പിന്നെ ഈ നേരം ആയതുകൊണ്ട് നമ്മൾ ലൈറ്റ് കൂടി ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ലൈറ്റൊന്നും ഇടാത്തത്. മൊബൈലിന് ഫ്ലാഷ് അടിക്കുകയാണെങ്കിൽ കളറിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ കുട്ടികളെടുക്കുമ്പോൾ എപ്പോഴൊന്നും മൊബൈൽ ഫ്ലാഷ് അടിക്കാനെന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് എടുത്ത് തന്നിട്ട് പോകും പറയുമ്പോൾ. അതാണ് സംഭവിക്കണത് കേട്ടോ. തോന്നും പോലെയുള്ള എടുക്കാല്ല. ചിലപ്പോൾ ചക്കരയായിരിക്കും എടുക്കുക, ചിലപ്പോൾ മൊന്നൂസായിരിക്കും എടുക്കുക. അന്നേരം ആൾ മാറി മാറി തോന്നും പോലെ വന്ന് എടുത്ത് തന്നിട്ട് പോകും കേട്ടോ. പിന്നെ ഇവരുള്ളതുകൊണ്ട് പിന്നെ സ്റ്റാൻഡൊന്നും കൊണ്ടുവച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. അന്നേരം അവർ തന്നെ അങ്ങ് വിളിക്കും. ചില സമയം ദേഷ്യമൊക്കെ പിടിക്കും കേട്ടോ. നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഫോൺ എടുക്കുന്ന കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവർ കാർട്ടൂൺ കാണാനും പോകും കേട്ടോ. അന്നേരം ഇടയ്ക്ക് പകുതി വീഡിയോ അങ്ങനെയാണ് മിസ്സായി പോകണം. പിന്നെ ചിക്കൻ കറിയെല്ലാം കൂട്ടി വേകാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ രണ്ടാൾക്കാർ അടി ഉണ്ടാക്കണം എന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കോംപ്രമൈസ് ആക്കാൻ വേണ്ടി വന്നാണ്. അത് ചക്കര ഇതുണ്ട് ഓരോരോ പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവർ കുഞ്ഞാപ്പൂന് ചെയ്തു കൊടുത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അടി തീർക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ വന്ന് ഒരുവിധം സോപ്പാക്കി ഞാൻ പോയതാണ് കേട്ടോ. അത് ഇന്നിപ്പോൾ കുറേ പരിപാടികൾ മനസ്സിൽ വിചാരിച്ച ദിവസമാണ്. ഇന്നിപ്പോൾ ലൈവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആളെ ഞാൻ ഒന്ന് കോംപ്രമൈസ് ആക്കാൻ ഇറങ്ങിയത്. അങ്ങനെയാണ് കുഞ്ഞാപ്പൂന് ഉണ്ടാക്കി കൊടുത്തത്. ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതായത് കുറേ പരിപാടികൾ മനസ്സിൽ വിചാരിച്ച ദിവസമാണ്. പിന്നെ കുടുംബശ്രീൻ്റെ ADS മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്ന് ലൈവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് ദിവസത്തെ ടൗണിൽ പോക്കും ലൈവ് ഇടലും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് വീട്ടിലെ കുറേ ക്ലീനിങ് പരിപാടികൾ മാറ്റി വെക്കേണ്ടി വരും. സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അന്നേരം മക്കളും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ചെറിയ ക്ലീനിങ് അങ്ങോട്ട് ചെയ്താളയാന്ന് വിചാരിച്ചു. ചെറുതായിട്ടല്ല, എടുത്ത് വന്നപ്പോഴത്തേക്ക് നല്ല മുട്ടം ക്ലീനിങ് ആയിട്ടോ. കാരണം കുപ്പിയും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങോട്ട് ഇട്ടിട്ട് എനിക്ക് ആകെപ്പാടെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായി തുടങ്ങിയിട്ടുണ്ടായി. കാരണം നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്കും കൂടെ കുപ്പിയും പാത്രം എടുത്തുകൊണ്ട് പോകുമ്പം അവിടുത്തെ എണ്ണമെഴുക്ക് കരിയെല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പം ആകെ കൂടെ ഒരു വൃത്തിയില്ലായ്മ കേട്ടോ. അതായത് ഞാൻ ഉള്ളത് ആപ്പാടെ കുറച്ചേ ഉള്ളൂ, അതങ്ങ് വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി. അന്നേരം മക്കളും കൂടി ഉണ്ടാകുമ്പോൾ എളുപ്പമാണല്ലോ വിചാരിച്ചു. അന്നേരം പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ പഴയ പുസ്തകത്തിൻ്റെ പേജ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കെല്ലാം കൊട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൊട്ടി വെച്ചിട്ട് കുപ്പിയും പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കണം. പിന്നെ മൊത്തത്തിൽ മണ്ണാമലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറേ തട്ടിക്കൊട്ടണം. ഇതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. അതിൻ്റെ ഇടയ്ക്ക് 2:30 ആകുമ്പോൾ എനിക്ക് ADS മീറ്റിങ്ങിനും പോകണം കേട്ടോ. പിന്നെ അത് നേരത്തെ കാണിച്ച രാമച്ചത്തിൻ്റെ പേരാണ് കേട്ടോ. നമ്മൾ വെള്ളം തിളപ്പിക്കില്ല, അത് ഒറിജിനലി രാമച്ചാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അമ്മ കൊണ്ടു തന്നാണ്, പണിയെടുക്കുന്നിടത്ത് നിന്ന് കിട്ടിയിട്ട് കൊണ്ടു തന്നാണ് കേട്ടോ. അന്നേരം കുപ്പിയും പാത്രങ്ങളൊക്കെ ഇതാ പാത്രത്തിലാക്കി ചക്കരനോടൊന്ന് പുഴയിലേക്ക് കൊണ്ടുപോയി വെക്കുക എന്നിട്ട് കൊടുക്കണം. ഒരാൾ പറയുകയാണ് എന്നെ കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഇതൊക്കെ കൂടെ താഴെ വീഴും, വലിയ വെയിറ്റ് ആണെന്നൊക്കെ കരുതിയാണ് ആൾ പറയണത്. പിന്നെ വെയിറ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു വിധത്തിൽ അത് കൊണ്ടുപോയത്. പിന്നെ പച്ചക്കറിക്കോട്ടയും ആകെ കൂടെ അൽക്കുലത്താണ് കേട്ടോ. കാരണം ഇന്ന് നമുക്ക് സാധനം മേടിക്കുന്ന ദിവസമാണ്. അതിലെല്ലാ ആഴ്ചയും സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇതെല്ലാം മാറ്റി മാറ്റി ഇടുന്നതാണ് കേട്ടോ. ചില ആഴ്ചകളിൽ നമുക്കിത് സാധിക്കാതെ വരും. കൊണ്ടുവന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞാപ്പൊക്കെയാണ് സാധനങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ. നേരെ വാരി വലിച്ചങ്ങോട്ട് കൊണ്ടുപോയിടും. അരിയുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് മുന്നേ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിടണം. ഇവിടെ ആഴ്ചക്കാണ് സാധനം മേടിക്കുക. അന്നേരം ആഴ്ചക്ക് സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള കണക്കാക്കിയാണ് മേടിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നല്ലാണ്ട് പച്ചക്കറി സാധനങ്ങൾ ആഴ്ചക്കാണ് കേട്ടോ വാങ്ങിക്കുക. പിന്നെ ഇതാ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട്. ഒച്ച എടുക്കരുത് കുഞ്ഞോ. കർട്ടനും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കുന്നുണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. അന്നേരം പൊന്നൂസ് പറയുന്നത് ഇപ്പോൾ അലക്കിയിട്ട് അധികം ആയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതൊക്കെ ഊരിയെടുക്കുന്നത്? കാരണം ഞാനിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി കിട്ടുമല്ലോ. അന്നേരം അത് വിചാരിച്ചിട്ടാണ് ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു നമ്മളെന്നും അലക്കും കുളിക്കും ചെയ്യണില്ല, അന്നേരം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവളോട് ഇങ്ങനെ പറയുന്നത്. പിന്നെ കുഞ്ഞാപ്പക്കുട്ടീൻ്റെ തൊട്ടി കുറേ ദിവസമായിട്ട് അലക്കിയിട്ട് വയസ്സ് 4 ആവാനായി, ആളിപ്പോഴും തൊട്ടിയിൽ കിടന്ന് ഉറങ്ങുക എന്ന് പറയുമ്പോൾ നാണക്കേടല്ലേ അല്ലേ. പിന്നെ ഇവരിരുന്ന് ഊഞ്ഞാലാടുമ്പോൾ ആടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും മുഷിച്ചിൽ വരും. അന്നേരം അതൊക്കെ ഒന്ന് മാറ്റി കെട്ടണം. അന്നേരം ശ്യാമാട്ടനുള്ളപ്പാണ് അത് കെട്ടോളൂ, എനിക്കറിയത്തില്ല കേട്ടോ, അങ്ങനെ കെട്ടാൻ എനിക്കറിയത്തില്ല. പിന്നെ മുറുകിയിട്ടില്ലേ കുഞ്ഞാപ്പക്കുഞ്ഞ് താഴെ പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ ശ്യാമാട്ടനുള്ളപ്പം അതൊക്കെ ഒന്ന് കെട്ടിക്കാന്ന് കരുതി അതൊക്കെ ഒന്ന് അയച്ചെടുത്തു. പിന്നെ നമ്മൾ അന്നേരത്തേക്ക് എൻ്റെ അകത്തുള്ള കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിയൊക്കെ വാങ്ങി വെച്ച് കുറച്ച് പപ്പടം കൂടെ കാച്ചെടുക്കുന്നു കേട്ടോ. ചിക്കൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് പപ്പടം ഉണ്ടെങ്കിൽ ഒരു രസമാണ് കേട്ടോ. ചിക്കൻ കറിയും ചോറും പപ്പടവും വറുത്തതും നല്ല സൂപ്പറാണ് കേട്ടോ.
അതും കൂടെ ഒന്ന് കാച്ചിയെടുക്കട്ടെ. അന്നേരം ചക്കരക്കേനോട് ഇതും കൂടെ ഒന്ന് പുഴയിലേക്ക് കൊണ്ടുവയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആൾ പറയുന്നുണ്ട് സോപ്പും ചകിരി ഇല്ല, 3 ആൾക്കുള്ളത് ഇല്ല ചകിരി, അന്നേരം 2 ആൾക്കുള്ളതേ ഉള്ളൂ, അന്നേരം ഒരാൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള കണക്കെടുപ്പാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കണത്. ഞാൻ പറഞ്ഞത് ഞാൻ എന്തേലും ചെയ്തോളുണ്ട്, നടക്കം അങ്ങോട്ട് കയറിട്ട് ഓടിച്ചു വിട്ടാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കൊണ്ടുവന്ന് പുഴയിലിട്ടിട്ടുണ്ട്. ഈ പുഴയിലോട് നമുക്കൊരു സമാധാനം കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കഴുകണമെങ്കിൽ പൈപ്പ് വെള്ളം ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യൂലേ. ഇവിടെ ആകുമ്പോൾ ഇവിടെ തൊട്ട് വേമേ പണികൾ നടക്കും കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട്, 1 മണി ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ചെയ്ത് വെച്ചിട്ട് കുളിയും കൂടെ നടക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് എടുത്തോണ്ട് ഇങ്ങോട്ട് നേരെ വന്നത്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അവരതും മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അവർ, അന്നേരം അതും എടുത്തുകൊണ്ട് വന്നു. നല്ല സോപ്പ് പൊടിയിൽ മുക്കി വെച്ചതിന് ശേഷം വേഗം എല്ലാം കഴുകിയെടുക്കാൻ കേട്ടോ. അന്നേരം പൊന്നൂസിനോടും കൂടെ കഴുകാൻ പറഞ്ഞു. ആൾ പിന്നെ ഒന്ന് അനങ്ങി വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. ആളെ ഇങ്ങനെ ഇടക്കിടക്ക് ചീത്തയും പറയണം. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പക്കുട്ടീൻ്റെ ഡയലോഗ് കുറേ ഉണ്ടിട്ട് ഇതിനകത്ത് മിസ്സിങ് ആണേ. പിന്നെ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ് അവിടെ. കാരണം ആളുടെ ഡയലോഗ് കുറേ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കളിച്ചിട്ട് നമ്മൾ പറഞ്ഞു നയൻതാരയാണ്, അന്നേരം മേലെ കയറിയിട്ട് പറയാം നയൻതാരയെ മേലെ കയറിയിട്ടേ കുപ്പി എടുത്തിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആൾ പോണത് കേട്ടോ. ഞങ്ങൾ പറഞ്ഞ് നയൻതാരേനെ പോലെ ഇട്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പേൻ്റ് ഇങ്ങനെ പൊക്കി പൊക്കി വെക്കുന്നുണ്ട് ആൾ. പക്ഷേ എങ്ങനെ പൊക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല, ആൾ മൊത്തത്തിൽ നനയും കേട്ടോ. ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയിൻറ് ഇങ്ങനെ പൊക്കി 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 വെക്കും. പക്ഷേ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആൾ ഫുള്ള് നനഞ്ഞു കിട്ടാം. അതിൻ്റെ ഇടയിൽ കൂടെ ശ്യാമാട്ടൻ അതിലിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അന്നേരം അതും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതും വർത്താനങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നത്. അതൊക്കെ കൂടെ വന്നുകൊണ്ടാണ് ഞാൻ കുഞ്ഞാപ്പക്കുട്ടീൻ്റെ ഡയലോഗൊക്കെ അവിടെ നിർത്തി വെച്ചത് കേട്ടോ. കാരണം ആൾ നല്ല കോമഡി അടിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കഴുകണത്. പിന്നെ കുറേ അതിൻ്റെ നമ്മൾ പച്ചക്കറിക്കോട്ടയുടെ കാലും കാര്യങ്ങളൊക്കെ അവൾ കഴുകുകയാണേ. അത് വേറെ ആരും തൊടാൻ പാടില്ല, അവൾ തന്നെ കഴുകണം. പിന്നെ അവൾ തന്നെ കഴുകട്ടെ പറഞ്ഞത്. കഴുകുന്നതിൻ്റെ ഇടയിൽ കൂടെ പറയും ഇത് അടുപ്പ് ഊതണ കുഴലാണ്, അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ് എന്ന് പറഞ്ഞ് കുറേ ഡയലോഗ് ആൾ ഇളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആൾക്കും ഒരു രസമല്ലേ, വെള്ളത്തിൽ കളിക്കാനൊക്കെ കിട്ടണ അവസരമല്ലേ. ആൾ നല്ല വൃത്തിയിലൊക്കെ ഇട്ട് കഴുകുന്നുണ്ട് കേട്ടോ. ആൾ മോശമൊന്നുമല്ല, നല്ല വൃത്തിയിലൊക്കെ കഴുകുന്നൊക്കെ ഉണ്ട്. കിട്ടിയ അവസരം അങ്ങോട്ട് മുതലാക്കണമെന്ന് മാത്രം. ചക്കരക്കുട്ടി അവിടെ വീഡിയോ എടുക്കുകയാണ്. ഒരാൾക്ക് കഴുകാനൊന്നും കിട്ടിയിട്ടില്ല, അതിൻ്റെ പരാതിയും പരിഭവം അവിടെ പറയുന്നുണ്ട്. കാരണം വെള്ളത്തിലുള്ള പരിപാടി ആയതുകൊണ്ട് ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടുമല്ലോ. ചക്കര അവിടെ നിന്ന് എന്തോ കുഴൽ ഊരിയിട്ട് ഇട്ട് കൊടുക്കുക, ചക്കരയും പൊന്നൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഞാനാണോ കഴുകണ്ടേ, നിങ്ങൾക്ക് ആർക്കും പറ്റൂല, ഞാൻ തന്നെ മുഴുവൻ കൊയിലും കഴുകണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആൾ ചെയ്യണത്. ഞാൻ കഴുകിക്കോളും, കൊയിൽ ഞാൻ കഴുകും, ഇത് അടുപ്പ് ഊതണ കൊയലാണ്, ഇത് അങ്ങനത്തെ കൊയലാണ് എന്നൊക്കെ ആൾ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് പെയിൻറ് കയറ്റുന്ന സീനാണെങ്കിൽ വേറെയാണ് കേട്ടോ. പെയിൻറ് ഇങ്ങനെ വലിച്ച് കയറ്റിട്ട് ആളുടെ വിചാരം ആളൊട്ട് നനഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ. ആൾ ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ട്, അതാണ് ആളുടെ കഥ കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകി കയറി എടുത്ത് പോകുമ്പോഴത്തേക്കും ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നേ. എന്നാൽ ഇറങ്ങി, താഴെ ഇറങ്ങി. ഇവിടെ എൻ്റെ അടുത്തുണ്ട്, വോയിസ് ഇടുന്ന സമയത്ത് എവിടെ പുറത്ത് വന്നിരുന്നാലും ആളെൻ്റെ പുറകാലം ഇങ്ങോട്ട് പോരും കേട്ടോ. പിന്നെ ഇതാ പുതപ്പ് ഇവിടെ ബെൽഷീറ്റായിട്ട് ഇവർ ഇതാണ് കേട്ടോ വിരിക്കുക. അധികം ഇവർക്ക് ബെൽഷീറ്റ് വിരിച്ചിടുന്ന 2 ഭാഗത്തും എങ്ങനെ തിരികെ വെച്ചാലും ഇവരെ ചവിട്ടിക്കൂട്ടലും 4 ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പോരും ബെൽഷീറ്റ്. ഇതാകുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇരുന്നോളൂ 2 ആൾക്കും കിടക്കാൻ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞാപ്പക്കുട്ടീനെ കഴുകൽ മാത്രം കഴിഞ്ഞിട്ടില്ല. അന്നേരം നീ തോറ്റുപോയി, ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അന്നേരം പൊന്നൂസ് ചക്കര പറയുന്നുണ്ട് ഇവളെ ഷോർട്ട് വീഡിയോ ലേശം എടുക്കട്ടെ അമ്മയെന്നൊക്കെ പറഞ്ഞു. അന്നേരം ആൾ പറയാം ഷോർട്ട് എടുക്കണ്ട, ലോങ് എടുത്താൽ മതി. ഒക്കെ അറിയാം കേട്ടോ, ഷോർട്ട് വീഡിയോ ആണോ ലോങ് വീഡിയോ ആണോ, ഷോർട്ട് വീഡിയോ ഒക്കെ എങ്ങനെ ഫോൺ പിടിക്കണം, ലോങ് വീഡിയോ ഒക്കെ എങ്ങനെ ഫോൺ പിടിക്കണം ഒക്കെ നന്നായിട്ട് അറിയും കേട്ടോ ആൾക്ക്. ഞാൻ പറയും വലുതാകുമ്പോൾ വലിയ യൂട്യൂബർ ആവും അല്ലെങ്കിൽ ക്യാമറമാൻ ആവും എന്നൊക്കെ പറയും. ലാസ്റ്റ് ഉണ്ട് ആളുടെ ചെരുപ്പൊക്കെ തേച്ച് കഴുകാണ് കേട്ടോ. ചെരുപ്പൊക്കെ നല്ല വൃത്തിയിൽ അങ്ങോട്ട് തേച്ചൊക്കെ കഴുകുന്നുണ്ട്. പൊന്നൂസ് തേച്ച് കഴുകി കൊടുക്കണം കണ്ടപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ ചെരുപ്പ് തേച്ച് കഴുകാൻ. അതിന് മഴക്കാലത്ത് ഈ പുതപ്പൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് നൈസ് ബെഡ്ഷീറ്റ് കേട്ടോ നല്ലത് വിരിക്കാൻ. ഇവർക്കാണെങ്കിൽ ഇവർക്ക് അതേ കണ്ടീഷനിൽ കിട്ടിയില്ല, ഇവർക്ക് ഉറക്കം വരില്ല 2 പേർക്കും. അവരുടെ പുതപ്പ് അവരുടെ ബെഡ്ഷീറ്റ് ഇത് മാത്രം കിട്ടിയില്ല, അവർക്ക് ഉറക്കം വരില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് കുട്ടികളാണ് ഇതുങ്ങൾ. എത്ര ചൂടാണെങ്കിലും ഐറ്റുങ്ങൾക്ക് ആ പുതപ്പ് തന്നെ കിട്ടണം കേട്ടോ. നമ്മളൊന്നും പുതപ്പ് പുതയ്ക്കാതെ കിടന്നാൽ എൻ്റെ മക്കൾക്ക് പുതപ്പ് പുതച്ചാലേ ഉറക്കം വരുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴുകലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആളോട് ഞാൻ പറഞ്ഞു നമ്മൾ കുളിക്കാൻ വെള്ളം വെച്ചിട്ടാണ് വന്നത്, നേരെ പോയിട്ട് കുളിക്കുകയാണ് പരിപാടി, ഈ നനഞ്ഞിട്ട് ഇന്ന് വീട്ടിനുള്ളിൽ കയറ്റാൻ പറ്റില്ല, ഇനി വേറെ ഉടുപ്പൊന്നും ഇട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്ക് അതിന് കലിപ്പിളകുന്നു കേട്ടോ. ഞാൻ കുളിക്കില്ല, എനിക്കിപ്പോൾ കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ കിടന്നിട്ട് കയറ് പൊട്ടിച്ചു കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ ഒന്ന് നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവർ പരമാവധി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതൊക്കെ അതാ പൊന്നൂസിനെ കൊണ്ട് ഒറ്റയടിക്ക് ഞാൻ വീട്ടിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ്. കാരണം എനിക്കടുത്ത് വെള്ളവും ബക്കറ്റ് കൊടുത്തിട്ട് എനിക്കും അങ്ങോട്ട് കയറാലോ എന്നുള്ള കണ്ടീഷനിലാണ് കേട്ടോ. ആളവിടെ കിടന്ന് ഇങ്ങനെ പ്രഷറിളകി തുള്ളുണ്ട്. പിന്നെ കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മേലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ആളന്ന് നേരത്തെ പോകുന്ന പോക്കി ഞാൻ തുണി ആറിയിട്ട് വന്ന പാടന്നെ ആളെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചുട്ടോ. കാരണം മുഴുവൻ നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ അന്നത്തേക്കും വിശന്ന് വയറും പോയി കഴിഞ്ഞു കേട്ടോ. കുഞ്ഞാപ്പക്കുട്ടിക്ക് കുളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വയറൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പോയി. കാരണം രാവിലെ ചായ കുടിച്ചല്ലേ, പിന്നെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആൾ.
പിന്നെ എനിക്ക് പോകാൻ സമയമായി. കുളി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് പോകാൻ സമയമായി. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. നിങ്ങളോടെല്ലാം എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കുഞ്ഞാപ്പുമണീനെ കൂട്ടാതെയാണ് കേട്ടോ ഞാൻ പോയത്. പിന്നെ വരുന്ന വഴി ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ ആൾ നല്ല സന്തോഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയാണ് കേട്ടോ പോയത്. 5 ആൾ പോകണമായിരുന്നു ഇന്ന്. അമ്മയുണ്ട്. അമ്മേൻ്റെ ഒപ്പം എനിക്ക് നടന്നിട്ട് എത്തേണ്ടായില്ല. ഭയങ്കര കിതപ്പായിരുന്നു കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അമ്മ സ്പീഡിൽ നടന്നു പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് നടന്നിട്ട് എത്തുന്നേ ഉണ്ടായിരുന്നില്ല അമ്മയുടെ ഒപ്പം. അത്രയും പ്രായമായ അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നത്, എനിക്കാണ് നടക്കാൻ പറ്റാത്ത കേട്ടോ. പിന്നെ വന്നു ചായയൊക്കെ കുടിച്ച് വരുമ്പോൾ 5 മണി 4:30 ആയിട്ടോ. പിന്നെ വന്നു ചായയൊക്കെ കുടിച്ചു, പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും നനയ്ക്കാനുള്ള പോക്കാണ് കേട്ടോ. കാരണം നമ്മൾ തക്കാളി ചെടിയൊക്കെ നന്നായി വലുതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ഒരു വശത്തേക്ക് നമ്മൾ തക്കാളി ചെരിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ബാലൻസൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് ചെടിയുടെ. അന്നേരം അതിനൊക്കെ ഒരു വടിയൊക്കെ കുത്തി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പോകുന്നത്. അന്നേരത്തേക്ക് സമയം ഒരു 5:30 ആകാനായിട്ടുണ്ട്. കുഞ്ഞാപ്പും ഉണ്ട് കൂടെ. ഈ പോക്ക് പോയിട്ട് അതൊക്കെ കുറച്ചൊക്കെ കെട്ടാമെന്നൊക്കെയുള്ള കണ്ടീഷനിലാണ് കേട്ടോ ഈ പോക്ക് പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് കെട്ടാനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ തക്കാളിയൊക്കെ നന്നായി കുറേ ചെടിയിലൊക്കെ പൂവിട്ടു കേട്ടോ. കായൊക്കെ ഉണ്ടായിട്ടുണ്ട് തക്കാളി ചെടിയിൽ. ചിലതൊക്കെ വാടിക്കരിയുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. എന്നും വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങയൊക്കെ ഇപ്പോൾ ഒന്ന് പൊന്തി വരുന്നുള്ളൂ. കാരണം നമ്മളിപ്പോൾ അല്ലേ വളമൊക്കെ ഒന്ന് ഇട്ട് തുടങ്ങിയത്. അവരൊക്കെ ഒന്ന് പൊന്തി വരുന്നേ ഉള്ളൂ. പിന്നെ കാലാവസ്ഥേൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല. ചില ദിവസങ്ങളിൽ എല്ലാത്തിനും ഒരു വാട്ടുണ്ടാവും, ചില ദിവസങ്ങളിൽ ഒരു ഉഷാറുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. അന്നേരം ഇപ്പം ആദ്യത്തേനേക്കാളും കുറച്ചൊരു ഉഷാറൊക്കെ ആയി വരുന്നുണ്ട്. അതാണ് ഒരു സമാധാനം. കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. നമ്മൾ നട്ടിട്ട് അതൊന്നും ഉഷാറാവാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര വലിപ്പമൊന്നും തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ അന്ന് കണ്ടതിനെക്കാട്ടിലും ഉഷാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയുന്നുണ്ട്. കാരണം എനിക്കെന്നും പോകുന്നതുകൊണ്ട് അറിയില്ലെങ്കിലും മക്കൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് എൻ്റെ കൂടെ വരിക. അന്നേരം അവർ പറയുന്നുണ്ട് അമ്മ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സമാധാനമാവും കേട്ടോ. കാരണം ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സമാധാനമല്ലേ. പിന്നെ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ വലുതായിട്ടുണ്ട്. തണ്ട് മേലോട്ട് അധികം ഹൈറ്റ് വെച്ചിട്ടില്ലെങ്കിലും ഇലയൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം മനസ്സിന് തോന്നൂലേ. നമ്മളൊരു സാധനം നട്ടിട്ട് അതൊന്നും ഇത്തിരി ആരോഗ്യപരമൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ. തക്കാളിയിൽ കണ്ടോ കുറേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് വലിയ വലിയ കായ്കളായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചക്കര ഇങ്ങോട്ട് എത്തിയപ്പോൾ വീഡിയോ ഉണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ കായും ആയി തുടങ്ങുന്നുണ്ട്. പിന്നെ പയറൊക്കെ വള്ളി കയറി നമ്മൾ കുത്തി കൊടുത്ത വടീനെക്കാട്ടിലും ഹൈറ്റിൽ പോയി ഇപ്പുറത്തേക്ക് കാല് ചാടി പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇനി അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി കൊടുക്കണം. സമയം കിട്ടാത്ത പ്രശ്നങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ. കാരണം എനിക്ക് രാവിലത്തെ പണികളും എൻ്റെ ലൈവ് ഇടലും പിന്നെ വീട്ടിലെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ആകുമ്പം ഇങ്ങനെയുള്ള സമയം കിട്ടണേ ഇല്ല. അവിടെ ലൈവ് ഇടയ്ക്കൊന്ന് നിർത്തിയിട്ടൊക്കെ ഇങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അന്നേരം ഇപ്പോൾ സ്കൂൾ കൂട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ മഴയാകുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞ് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. മഴയത്ത് എല്ലാം കൂടി പോയി പോകും കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് അത്ര എത്തില്ലെങ്കിൽ നമ്മൾ താഴെ തക്കാളി ചെടി വെച്ചില്ല, ആ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് വെള്ളം കയറും. മുകളിലേക്ക് നമ്മൾ കേബേജ് വെച്ചവിടെ നല്ല 2018 പ്രളയം പോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ കയറത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ ചീരയൊക്കെ ഇത് അത്യാവശ്യം ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. ഒക്കെ കൂടിക്കൂടിയാണ് നിൽക്കണത്. ഒരു കുറച്ചുകൂടെ ചീര വിത്തുണ്ട്, അതൊക്കെ ഒന്ന് മണ്ണ് കിളച്ച് പാകി ഇടണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക എന്നല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല കേട്ടോ. അന്നേരം കുഞ്ഞാപ്പുക്കുട്ടി അടുത്തത് വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നനച്ച് കൊടുത്തുകൊണ്ട് തക്കാളി ഈ ഒരു വലിപ്പമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം കുഞ്ഞാപ്പുക്കുട്ടിക്ക് അത് പറിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല അത് പഴുക്കട്ടെ, പഴുത്തിട്ട് നമുക്ക് പറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ സോപ്പിട്ട് നിർത്തിയാണ്. തൊടണം എന്നൊക്കെ പറഞ്ഞു. ചക്കര തൊട്ട് കൊണ്ടിട്ട് ആൾ തൊടണം പറഞ്ഞു. ഞാൻ പറഞ്ഞു തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. ചിലപ്പോൾ തൊട്ട് നമ്മളെ തക്കാളി ചെടി അടക്കം ആളുടെ കയ്യിൽ വരും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മളെ കാന്താരിയല്ലേ സാധനം. പിന്നെ ഇപ്പോൾ ദാദാ ഞാൻ ഈ ഞാൻ ഓട പറിക്കാൻ പോയപ്പോൾ അവൾ തൊട്ടു എന്നാണ് പറയണത് കേട്ടോ. ഞാൻ അന്നേരം പിന്നെ ഇത് ഓടയൊക്കെ ഒന്ന് കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഓട എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് വെച്ച് കൊടുക്കും. ഈ ഓട എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ പുഴ സൈഡിലൊക്കെ ഇതുണ്ടാവും കേട്ടോ. പണ്ട് കാലത്ത് ഇത് നമ്മളെ മുറം പിന്നെ കൊട്ട, നമ്മളെ ചോറ് ഊറ്റുന്ന കൊട്ട, ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഈ ഓട ഉപയോഗിക്കും കേട്ടോ. ഇതുകൊണ്ട് വേറെ എന്തൊക്കെയൊക്കെ പ്രയോജനങ്ങളുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയുന്നവർ. ഇവിടെ മുഴുവൻ വേലി സൈഡിൽ ഇതുണ്ടാവാം. വെള്ളം കയറുമ്പോൾ ഒരുപാട് നമ്മളെ വെള്ളം ശക്തിയിൽ വരുമ്പം അതിനെ തടഞ്ഞു നിർത്താൻ ഒരുപാട് ശക്തിയുള്ളൊരു സംഭവമാണ് ഈ ഓട. ഇത് പൊട്ടണ ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് വെള്ളം കയറുന്നുണ്ടെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് അകത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഭവമാണ് കേട്ടോ അത്. പിന്നെ നമ്മളെ മാവൊക്കെ നന്നായി പൂത്തിട്ടുണ്ട്. ആ തെങ്ങൊന്നും നമ്മളതല്ല കേട്ടോ. അമ്മയുടെ സ്ഥലത്തുള്ള മാവും പിന്നെ 2 കുടംപുളിയുടെ മരമുണ്ട്, 2 മാവുണ്ട്, പ്ലാവില്ല കേട്ടോ. അതൊക്കെ അത്യാവശ്യം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മാവ് എന്ന് പറഞ്ഞാൽ മാങ്ങ എന്ന് പറഞ്ഞാൽ ഉപ്പിലിടാൻ മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒന്നിനും പറ്റത്തില്ല. നമുക്ക് തുറമാങ്ങ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇത് തുറമാങ്ങ ഉണ്ടാക്കാൻ നല്ല വെയിലിൻ്റെ സമയത്ത് പൂത്ത് വരുന്നേ ഉള്ളൂ. മഴയാകുമ്പോൾ ഇത് കായ്ക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് തുറമാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ മഴ മൂടലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റെഡിയാവത്തുമില്ല. എല്ലാ വർഷവും ഒരുപാട് ഉണ്ടാക്കി വെക്കണതാണ്. മാങ്ങ ഇപ്രാവശ്യം എല്ലായിടത്തും കുറവാണ്. നമ്മളെ മാവിൽ ഇപ്രാവശ്യം നമ്മളെ മുറ്റത്തുള്ള മാവിലും കുറച്ച് പൂത്തിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയാണുള്ളത്. തുറമാങ്ങ ഉണ്ടച്ചാൽ നമുക്ക് ചോറിന് അത് മാത്രം മതിയല്ലോ. ഇവിടെ കുട്ടികൾക്ക് അത് മാത്രം മതി കേട്ടോ. എത്ര ഉണ്ടാക്കി വെച്ചാലും തികയാത്തൊരു സാധനമാണ് തുറമാങ്ങ എന്ന് പറയുന്ന സാധനം കേട്ടോ.
പിന്നെ ഞാനും ചക്കരയും കൂടെ ഓടയൊക്കെ വെച്ച് കെട്ടുണ്ട്. കുഞ്ഞാപ്പ് കുട്ടിയുടെ അടുത്തൊന്നും ഫോൺ കൊടുത്തിട്ടാണ് ഈ വീഡിയോ എടുക്കണത്. അന്നേരത്തേക്ക് ആൾ 110 വട്ടം ചോദിക്കും, അമ്മ മതിയാ, അമ്മ നിർത്തട്ടെ, അമ്മ മതിയോ, കാണുന്നുണ്ടോ അമ്മേ, അങ്ങനെ ഇങ്ങനെ വന്നിട്ട് 110 വിളി വിളിക്കും. ഞാൻ കുറച്ച് നേരം ആ വിളി കേൾക്കും, പിന്നെ ഞാൻ മിണ്ടാതിരിക്കും. അന്നേരം ആൾ താനെ അങ്ങോട്ട് നിർത്തുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞാപ്പ് കുട്ടീൻ്റെ പ്രശ്നങ്ങൾ. അന്നേരം ക്യാമറ ചക്കര ചോദിക്കുന്നുണ്ട്, അവിടുന്ന് ക്യാമറയിൽ കാണുന്നുണ്ടോ, ഞങ്ങളെ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ആ കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആൾ. പിന്നെ വീഡിയോ നമ്മൾ ഓണാക്കി എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് എന്തൊക്കെ കിട്ടിയിട്ടില്ല എന്നൊക്കെ മനസ്സിലാകും. ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ നോക്കിയത്. അന്നേരം കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. പൊന്നൂസ് കുളിക്കായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ പൊന്നൂസിനെ കൂട്ടാണ്ട്. നല്ല എടുത്തിട്ടുണ്ട് കേട്ടോ. നിറച്ചു കൊടുത്തിന്. പിന്നെ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ ആളെടുത്താണ് കേട്ടോ. ആളതിൻ്റെ ഇടയിൽ കൂടെ കാട്ടും. അമ്മ എടുത്തിയ ആരും ഞാൻ പറയാതെ തന്നെ എടുത്താണ് കേട്ടോ ഈ വീഡിയോസൊക്കെ. കുട്ടി വീഡിയോ എടുത്ത് വിട്ടോ. ആരും ഞാൻ പറയാതെ തന്നെയാണ് ഈ വീഡിയോസൊക്കെ ഇവിടെത്തി. ആരും ഞാൻ പറയാതെ തന്നെയാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ അവളോട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഇതൊക്കെ ഞാൻ പറയാതെ എടുത്താണ് കേട്ടോ. അവൾ കാർട്ടൂൺ കണ്ടുകൊണ്ട് അവിടെ നിൽക്കണ്ടായിരുന്നു. ആരും ഞാൻ പറയാതെ തന്നെയാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് ആൾ കേട്ടോ. അതിനെ ചില സമയത്ത് നല്ല മൂടാണെങ്കിൽ നല്ല വീഡിയോസൊക്കെ എടുത്ത് തരും. ചില സമയം കെട്ട മൂടാണെങ്കിൽ എൻ്റെ ഫോൺ പറന്ന് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നിനും നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു കാര്യം നിർബന്ധിച്ചിട്ട് ആളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആളോട് നല്ല സ്വഭാവത്തിലാണെങ്കിൽ എല്ലാം ചെയ്തു തരും. അങ്ങനത്തെ ആളുണ്ട്. മിനിറ്റ് സൂചിയാണെങ്കിൽ കുഞ്ഞല്ലേ, എപ്പോഴാണ് മൈൻഡ് മാറണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളെല്ലാം മക്കൾക്ക് ഉണ്ടാവും. പിന്നെ നമ്മളെ കാന്താരിയല്ലേ, അതൊരു ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്. അത് കുറേ തന്നെ ഒരു കപ്പ് തരുമോ, ഞാനൊന്ന് നനയ്ക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. നാളെ പുതിയൊരു വീഡിയോ കാണാം. ബൈ.